ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്കിന്ന് വോൾവോക്സിൻ്റെ അസെക്ഷുവൽ റീപ്രൊഡക്ഷനെ കുറിച്ച് നോക്കാം. അപ്പം ഇന്നലെ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം വോൾവോക്സിൻ്റെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് ഫേവറബിൾ കണ്ടീഷൻസിലാണ്. അതായത് അതിൻ്റെ ഗ്രോയിങ് സ്റ്റേജസ് അല്ലെങ്കിൽ ഗ്രോയിങ് സീസൺ ആയിരിക്കുമ്പോൾ അതിൻ്റെ ബാക്കി കണ്ടീഷൻസ് എല്ലാം ഫേവറബിൾ ആയിട്ടിരിക്കുന്ന സമയത്താണ് വെൻ ദേ ഗോ ഫോർ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പം ഈ വോൾവോക്സ് സീനോബിയമാണെന്നറിയാലോ. അപ്പോൾ ഈ സീനോബിയത്തിൻ്റെ പോസ്റ്റീരിയർ ഹാഫിലുള്ള സെൽസ് അവർ സെൽസിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് സൈസ് ഷേപ്പ് എന്ന് പറയുന്നത് ഒരുമാതിരി സ്ഫെറിക്കൽ ഷേപ്പ് ആകാനായിട്ടും തുടങ്ങും, അല്ലെങ്കിൽ ഒരു റൗണ്ടഡ് ആകാനായിട്ട് തുടങ്ങും. അപ്പോൾ പോസ്റ്റീരിയർ പോർഷനിലുള്ള സെൽസ് എൻലാർജസ് ഇൻ സൈസ് ആൻഡ് ദി ബിക്കം റൗണ്ടഡ്. അതുമാത്രമല്ല, also they lose their flagella and eye spot, and പൈറനോയിഡ്സിൻ്റെ എണ്ണവും ഒരുപാടായിട്ട് കൂടാൻ തുടങ്ങും, റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഇൻക്രീസ് ചെയ്യുന്നത് കാരണം. എന്നിട്ട് ഇവർ എന്തായിട്ട് മാറും? ഗൊണീഡിയ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതുപോലെ ഇരുന്ന സെൽസാണ്, നോർമൽ സെൽസാണ്. അവർ സൈസ് ഇൻക്രീസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലായി, അവരുടെ സൈറ്റോപ്ലാസം പ്രോമിനൻ്റായി, ന്യൂക്ലിയസ് പ്രോമിനൻ്റായി, സൈറ്റോപ്ലാസം ഡെൻസായി, റിച്ച് ഇൻ റിസർവ് ഫുഡ് മെറ്റീരിയലായി, അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വന്ന് അവർ റൗണ്ടഡായി മാറിയപ്പോൾ അതിനെ നമ്മൾ ഗൊണീഡിയ എന്ന് വിളിക്കും. എന്നിട്ട് ഈ ഗൊണീഡിയ റിപ്പീറ്റഡ് ഡിവിഷൻ നടക്കുന്നു. ഗൊണീഡിയ ഡിവൈഡ്സ് സെവറൽ ടൈംസ് ആൻഡ് റിപ്പീറ്റഡ് ഡിവിഷൻ നടക്കുന്നു. ആൻഡ് അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? ഒരു ഡോട്ടർ കോളനി ഫോം ചെയ്യുന്നു. ഈ ഡോട്ടർ കോളനി അത് അതുപോലെ മറ്റൊരു ഗൊണീഡിയാണ് ഇവിടെ, അത് ഡിവൈഡ് ചെയ്തിപ്പോൾ 2 എണ്ണമായിട്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ പാരൻറ്റ് കോളനി അല്ലേ. പാരൻറ്റ് കോളനി സീനോബിയമാണെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ. സെൽസ് പെരിഫറൽ ഏരിയയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇൻറ്റീരിയർ അല്ലെങ്കിൽ സെൻട്രൽ പോർഷൻ ഹോളോ ജെലാറ്റിനസ് കോറാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ പെരിഫറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പാരൻറ്റ് കോളനിയിൽ നിന്ന് ചില സെൽസ് പോസ്റ്റീരിയർ ഭാഗത്തുള്ള സെൽസ് ഇൻവാജിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഗൊണീഡിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ഇരുന്ന് ഇത് ഡിവൈഡ് ചെയ്ത്, ഈ ഇൻവാജിനേഷൻ എന്ന് പറയുന്നതാണ് ഡോട്ടർ കോളനി ആയിട്ട് മാറാൻ പോകുന്നത്. അത് ഡിവൈഡ് ചെയ്ത് ഒരു 4 സെൽ സ്റ്റേജായി, പിന്നെയും ഡിവൈഡ് ചെയ്ത് 4 സെല്ലെന്ന് മാറി 8 സെൽഡ് സ്റ്റേജ് ആകും. ഈ 8 സെൽഡ് സ്റ്റേജ് ആകുമ്പോൾ ഇതൊരു റീകർവ്ഡ് പ്ലേറ്റ് പോലെ ആകും. ഈ 8 സെൽഡ് സ്റ്റേജ് ഇത് കണ്ടോ, 8 സെൽസ് ആയപ്പോൾ ഇങ്ങനെ ഒരു റീകർവ്ഡ് പ്ലേറ്റ് പോലെ ആകുന്നു. ഇവിടെ എത്ര സെൽസ് ഉണ്ട്? 1 2 3 4 5 6 7 8 സെൽഡ് സ്റ്റേജാണ്. അപ്പോൾ ഈ സ്റ്റേജിലെത്തുമ്പോൾ ഇതിങ്ങനെ ഒരു റീകർവ്ഡ് സ്ട്രക്ചർ ആകുന്നു. ആൻഡ് അറ്റ് ദിസ് സ്റ്റേജ് വി കോൾ ദം ആസ് പ്ലക്കിയ സ്റ്റേജ് എന്ന് പറയുന്നു. ഈ പ്ലക്കിയ സ്റ്റേജിൽ അതിൻ്റെ കോൺകേവ് സൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഫേസസ് ഔട്ട് സൈഡ് അല്ലേ. ഇത് പുറത്തേക്ക് ഫേസ് ചെയ്തിരിക്കുമല്ലേ ഇതിൻ്റെ കോൺകേവ് സൈഡ് എന്ന് പറയുന്നത്. വീണ്ടും ഇത് ഡിവൈഡ് ചെയ്യുന്നു. ഈ പ്ലക്കിയയിലുള്ള സെൽസ് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഒരു 16 സെൽഡ് സ്റ്റേജ് ആകുന്നു. 16 സെൽഡ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഇതൊരു സ്ഫിയറായിട്ട് മാറുന്നു. And ഈ sphere opens to the exterior by a small pore, and that pore is called as phallopore. ഈ സ്റ്റേജ് വരെ, അതായത് ഈ 16 സെൽഡ് സ്റ്റേജ് ആകുന്നിടം വരെ സെൽസ് നേക്കഡാണ്. മാത്രമല്ല തൊട്ടടുത്തുള്ള നെയ്ബറിങ് സെൽസുമായിട്ട് ദേ ആർ ഹാവിങ് കോൺടാക്റ്റ്. അപ്പം സെൽസ് ആർ ഹാവിങ് കോൺടാക്റ്റ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ ദേ ആർ നേക്കഡ്. പക്ഷേ ഓറിയൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കിയേ. ഈ സെൽസിൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങനെയാണ്? ദേ ആർ ഫേസിങ് ടു ദ ഇൻവേർഡ് ഓഫ് ദ സ്ഫിയറിൻ്റെ ഉള്ളിലേക്ക് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. ശരിക്കും എങ്ങനെയാണ് സീനോബിയത്തിൻ്റെ സെൽസ്, വോൾവോക്സ് സെൽസ് ആർ ഫേസിങ് ടു ദ ഔട്ട് സൈഡ്, അങ്ങനെയല്ലേ ശരിക്കും കോളനിയിൽ ഇരിക്കുന്നത്. ഇവിടെ പക്ഷേ ഇപ്പോൾ ഇൻവേഴ്സ് ആയിട്ടിരിക്കുകയാണ്. അപ്പം വീണ്ടും സെൽ ഡിവിഷൻ തുടരുന്നു. അങ്ങനെ തുടർന്ന് നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് സെൽസ് ആകുന്നിടം വരെ ഈ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. അതിനുശേഷം ഈ ഡോട്ടർ സീനോബിയത്തിന് എന്താ പറ്റുകയെന്ന് വെച്ചാൽ ദേ അണ്ടർഗോ എ പ്രോസസ് കോൾഡ് ഇൻവേർഷൻ. ഈ ഇൻവേർഷൻ നടക്കുന്നത് ഇതാണ് അതിൻ്റെ ഓപ്പണിംഗ്, ഫിയാലോപോർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓപ്പണിങ്ങിലൂടെ അല്ലെങ്കിൽ ആ ഫിയാലോപോറിലൂടെ ഇൻവേർഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയാണ്.
ഇവിടെ കണ്ടോ, ഈ ഫിയാലോപോറിലൂടെ ഇവർ ഇൻവേർഷൻ നടക്കണമെങ്കിൽ ഈ സെൻറ്റർ പോർഷനിലുള്ള ഫിയാലോപോറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സെൽസ് പുഷ് ചെയ്യണം, അവരെ പുറത്തേക്ക് പുഷ് ചെയ്യണം. അങ്ങനെ ഒരു ഔട്ട്വേർഡ് ആയിട്ടുള്ളൊരു പുഷിങ് നടക്കണം. പുഷിങ് നടന്ന് ഇങ്ങനെ വന്ന് ഈ പോർഷൻ പുറത്തേക്ക് തള്ളി അതൊരു സ്ഫിയറായിട്ട് മാറിക്കഴിയുമ്പോൾ ദ റിസൾട്ട് ഈസ് സംവാട്ട് ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടെ നോക്കൂ, ദ സെൽസ് ആർ നൗ ഫേസിങ് ഔട്ട്വേർഡ്. പാരൻറ്റ് കോളനി പോലെ എക്സാക്റ്റായിട്ട് മാറി. അപ്പോൾ നോർമൽ ഓറിയൻറ്റേഷനിലായിട്ട് മാറുന്നു. അപ്പോൾ ആ പ്രോസസ്സ് നടക്കുന്നത് ത്രൂ ഇൻവേർഷൻ, ആൻഡ് ദ ഇൻവേർഷൻ ഒക്കേഴ്സ് ത്രൂ ദ ഫിയാലോപോർ. അതിന് ശേഷം ഡോട്ടർ കോളനി നോർമൽ ഓറിയൻറ്റേഷനിലായിട്ട് മാറുന്നു. ഈ ഇൻവേർഷൻ നടക്കുന്നത് എവിടെ തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ദ സെൽസ് വിച്ച് ആർ ഓറിയൻറ്റഡ് ഓപ്പോസിറ്റ് ടു ദ ഫിയാലോപോർ, അവിടെ നിന്നാണ് ഈ ഇൻവേർഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഫിയാലോപോർ ഗ്രാജുവലി അങ്ങ് ക്ലോസ് ചെയ്യും. ഫിയാലോപോറിൻ്റെ ആവശ്യം കഴിഞ്ഞു. അപ്പോൾ ഈ ഫിയാലോപോർ ഗ്രാജുവലി അതങ്ങ് ക്ലോസ് ആയി പോകുന്നു. ആൻഡ് ഈ ഡോട്ടർ കോളനി സെപ്പറേറ്റ്സ് ഫ്രം ദ പാരൻറ്റ് കോളനി, ആൻഡ് അതിന് ചുറ്റിനും, ആ കോളനിക്ക് ചുറ്റിനും they secrete a mucilaginous sheath that is present in the parent colony also. അങ്ങനെ ഒരു മ്യൂസിലേജിനസ് ഷീത്ത് അവർക്ക് ചുറ്റിനും സെക്രീറ്റ് ചെയ്ത് അവരൊരു ഇൻഡിപെൻഡൻറ്റ് കോളനി ആയിട്ട് മാറുന്നു. ബട്ട് ദേ ആർ ഇൻസൈഡ് ദ പാരൻറ്റ് കോളനി എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഒരു കോളനി മാത്രമല്ല, അതായത് ഒരു പാരൻറ്റിന് അതിൽ ഒരു ഡോട്ടർ കോളനി മാത്രമല്ല, സൈമൾട്ടേനിയസ് ആയിട്ട് നിരവധി കോളനീസ് പാരൻറ്റ് കോളനിക്ക് ഉള്ളിൽ തന്നെ ഒരേ സമയം ഫോം ചെയ്യാം. ഇവരെല്ലാം എപ്പോഴാണ് പുറത്തേക്ക് വിടുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ദേ ബിക്കം ഫ്രീ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഓൺലി വെൻ ദ പാരൻറ്റ് കോളനി ഈസ് ഡിസിൻറ്റഗ്രേറ്റഡ് ദേ വിൽ ബി സെറ്റ് ഔട്ട് ഫ്രീ. അപ്പോൾ പാരൻറ്റ് കോളനി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയതിന് ശേഷമാണ് ഈ അകത്തുള്ള ഡോട്ടർ കോളനീസ് ഫ്രീ ഓർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുന്നത്. അത് ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ നാച്ചുറൽ ഡിസിൻറ്റഗ്രേഷൻ വഴിയാകാം, അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻ്റൽ ബ്രേക്ക് ഡൗൺ സംഭവിച്ചാൽ, പാരൻറ്റ് കോളനിക്ക് എന്തെങ്കിലും ആക്സിഡൻ്റൽ ബ്രേക്കേജ് സംഭവിച്ചാൽ അങ്ങനെ പൊട്ടിപ്പോയാലും ഇവർ പുറത്ത് വന്ന് ഇൻഡിപെൻഡൻ്റ് ആകാം. ഇത് ഇനി പാരൻറ്റ് കോളനിക്ക് അകത്തുള്ള ഡോട്ടർ കോളനി, അതിനകത്ത് വീണ്ടും ഡോട്ടർ കോളനി ഉണ്ടാകാം. അതിനെ നമ്മൾ ഗ്രാൻഡ് ഡോട്ടർ കോളനി എന്ന് പറയും. അങ്ങനെ ഒരു 2 to 4 ജനറേഷൻസ് ഓഫ് ഡോട്ടർ കോളനീസ് വരെ ഈ പാരൻറ്റ് കോളനിക്ക് ഉള്ളിൽ ഇൻപ്രിസൻഡ് ആയിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇത്രയാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഓഫ് വോൾവോക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.